അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഗണപതിൻ്റെ സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കെച്ചിങ് ആണ്. അത് നമ്മളൊരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻവാസിലേക്ക് സ്കെച്ച് ചെയ്യണമല്ലോ. അത് രണ്ട് ടൈപ്പിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കത് ഒരു പേപ്പറിൽ വരച്ച് നല്ല വൃത്തിയിൽ വരച്ച് ട്രേസ് പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്യാൻവാസിലേക്ക് പെൻസിൽ കൊണ്ട് വരക്കാം. അതായത് ഡയറക്റ്റ് ക്യാൻവാസിലേക്ക് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്യാൻവാസിൽ മായ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ക്യാൻവാസിൽ പെൻസിൽ മാർക്ക് മായ്ക്കാൻ. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയതിനു ശേഷം ഡയറക്റ്റ് ക്യാൻവാസിലേക്ക് വരച്ചാൽ മതി. അതുപോലെ തന്നെ ക്യാൻവാസിൽ വരക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട പെൻസിൽ HO അല്ലെങ്കിൽ 2HO അല്ലെങ്കിൽ അതിനെക്കാട്ടിയും ലോവർ ഇത് വരുന്ന മാർക്ക് വരാത്ത ടൈപ്പിലെ പെൻസിൽസാണ്. ഇപ്പോൾ B2 HB ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് കളർ വരും, മായ്ക്കുമ്പോൾ കരിയാവും. അപ്പോൾ ലൈറ്റർ ഷെയ്ഡിലെ പെൻസിൽസ് യൂസ് ചെയ്യുക ക്യാൻവാസിൽ യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് അതെല്ലാവർക്കും അറിയുന്ന കളേഴ്സ് ആയിരിക്കും. ക്യാമലിൻ്റെ ആക്രിലിക് കളേഴ്സ്, ഇതുപോലെ ക്യാമലിൻ്റെ ആക്രിലിക് കളേഴ്സ്. അതിൽ എന്തൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓരോ കളർ മിക്സിങ്ങിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മെയിനായിട്ട് യെല്ലോ, ഗ്രീൻ, റെഡ്, ബ്ലാക്ക്, ബ്ലൂ ഇതാണ് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ്. പിന്നെ വൈറ്റും നമുക്ക് വേണമെങ്കിൽ. പിന്നെ ബ്രഷസ് എന്ന് പറയുന്നത് ഇതുപോലെ ജെയിനിൻ്റെ നാച്ചുറൽ ഹെയർ ബ്രഷസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ലോങ് ഹെയർ ഉണ്ട്, ഷോർട്ട് ഹെയർ ഉണ്ട്. ലോങ് ഹെയർ ഈ ഔട്ട്ലൈൻ വരക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോട്ട് ഷെയ്ഡ്, ഡാഷ് ഷെയ്ഡിങ് ഒക്കെ ചെയ്യാൻ ലോങ് ഹെയർ യൂസ് ചെയ്യും. ഷോർട്ട് ഹെയർ എന്ന് വെച്ചാൽ നമ്മൾ ബേസ് പെയിൻറ്റ് യെല്ലോ അല്ലെങ്കിൽ റെഡ് ഷെയ്ഡിങ് അങ്ങനത്തേനൊക്കെ ഷോർട്ട് ഹെയർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ വീതി കൂടിയ ബ്രഷസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് ഏരിയ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ചെറിയ ബ്രഷ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വലിയ വീതിയിലെ ലോങ് സൈസിലെ ബ്രഷസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഏകദേശം എല്ലാ സൈസും ഉണ്ട്. പക്ഷെ മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് 000, 00 ഇത് ഔട്ട്ലൈൻ യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷസ്. ബാക്കി ബ്രഷസ് ഒരു 0, 2, 4, 6 അങ്ങനെ 2-3 സൈസ് വാങ്ങി വെച്ചാൽ മതി. അത് ഷോർട്ട് ഹെയർ ആയാലും പ്രശ്നമില്ല. പിന്നെ ഇതിപ്പോൾ അഥവാ ഈ ജൈനേൻ്റെ ബ്രഷസ് കിട്ടുന്നില്ല ഉണ്ടെങ്കിൽ ക്യാമലിൻ്റെ ബ്രഷസും യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിനോട് കുഴപ്പമില്ല. പക്ഷേ ലോങ് ഹെയർ കിട്ടില്ല ക്യാമലിന്, ഷോർട്ട് ഹെയർ ആണ്. പക്ഷെ കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണെന്നില്ല. ലോങ് ഹെയർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പ്രാവശ്യം പെയിൻറ്റ് എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് വരക്കാൻ പറ്റും. പിന്നെ അതും കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ലോങ് ഹെയർ ബ്രഷസ് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് നന്നായിട്ട് വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്കെച്ചിങ് പാർട്ടിലേക്ക് പോവാം. ആദ്യം നമ്മളൊരു A3 സൈസിലൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനെ ഒരു 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. പേപ്പറിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട്. ഞാനിപ്പോൾ ഒരു പേജിന് 5 പാർട്സ് ആയിട്ട്, ഒരു A3 സൈസിന് 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5. ഇതൊരു ഫേസിനുള്ള ഒരു സ്ഥലമാണ് ഞാൻ വിട്ടിട്ടുള്ളത്. നെക്സ്റ്റ് നെക്ക്. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട്. ഇത് ഗണപതിയുടെ മാത്രം സ്കെച്ചാണ് കേട്ടോ. വേറെ ഫിഗേഴ്സിന് ഈ സൈസിങ് അല്ല യൂസ് ചെയ്യുക. ഗണപതിക്ക് മാത്രമാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. കൈ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു പാർട്ട് എടുത്തില്ലേ, ഈ പോർഷൻ എന്ന് പറയുന്നത് ഈ ഷോൾഡർ മുതൽ ഈ മുട്ടിൻ്റെ തൊട്ട് മേലെ വരെ വരുന്നതാണ് ഈ സൈസ്. ഇവിടെ വരെയാണ് ഈ ഒരു പോർഷൻ വരിക. മുട്ടിന്ന് പിന്നെ കൈയുടെ അറ്റം വരെയുള്ളത് ഏകദേശം ഇതിനെക്കാട്ടി കുറച്ചധികം സൈസ് വരും ബാക്കി പോർഷൻ. ഓക്കെ, അതായത് ഇത്ര വരെ ഏകദേശം ഈ സൈസ് തന്നെ ആയിരിക്കും, സെയിം സൈസ് തന്നെ ആയിരിക്കും. വിരലുകൾ ഏകദേശം നമുക്ക് കൈ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. വിരൽ നമ്മളെ ഫേസിൻ്റെ ഒരു പകുതിയോളം വിരൽ വരും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇതാ ഇത്ര ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ പകുതി മുക്കാലോളം വിരലുകൾ വരും. ഓക്കെ, ഈ വയറിൻ്റെ ഇവിടെ മുതൽ ഏകദേശം കാൽ മുട്ട് വരെ ഈ ഒരു സൈസ് വരും. ഇവിടെ ആയിരിക്കും കാലിൻ്റെ മുട്ട് വരാം. അപ്പോൾ കാല് ഇതുപോലെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഡാൻസിങ് പോസ്ചർ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കാല് വരുന്നത്. ഇനി ഗണപതിക്ക് ഈ ഇതിൽ 4 കൈ വരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അതും കൂടെ നമുക്ക് സ്കെച്ച് ചെയ്യാം. നമ്മുടെ ഒരു റഫായിട്ടുള്ള ഒരു സ്കെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഓർണമെൻറ്റ്സ്, കിരീടം, ഗണപതിയുടെ മുഖം എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഒരു റഫ് സ്കെച്ചിൻ്റെ ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവുമല്ലോ.
അപ്പോൾ ഞാനിനി ഇതിൽ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഓരോ ഓർണമെൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ എല്ലാം വരക്കുന്ന വീഡിയോ എടുത്താൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. സോ ഞാനതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഗണപതിൻ്റെ സ്കെച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാൻസിങ് ഗണപതിയുടെ സ്കെച്ചാണ് റെഡി ആയിട്ടുള്ളത്. ഇത് ഗണപതിൻ്റെ കിരീടമാണ്. ഗണപതി മ്യൂറലിലെ കിരീടം ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് വരക്കുക. അതുപോലെ ഇത് പാശം, ഇത് അങ്കുശം. ഗണപതിൻ്റെ ബാക്കിലത്തെ 2 കൈയിലുള്ള ആയുധങ്ങളാണ്. പിന്നെ ഒരു കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്, ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓർണമെൻറ്റ്സ് ആണ്, വളകൾ. ഇത് ഷോൾഡറിലിടുന്ന, കയ്യിലിടുന്ന കൈവള. അതുപോലെ മാല വരച്ചിട്ടുണ്ട്. ഇത് മ്യൂറലിൽ നമ്മൾ വരക്കുന്ന ചെവിപ്പൂവാണ്. ഇത് രണ്ടും ചെവിപ്പൂവ്. അതുപോലെ ഷോൾഡറിൽ 2 ഷോൾഡറിലും തോൾവള വരച്ചിട്ടുണ്ട്. അതുപോലെ മാലകൾ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ അരഭാഗത്ത് വരുന്ന അരപ്പട്ട. പിന്നെ ഡ്രസ്സ്, ഇത് ഡ്രസ്സാണ്. ഇതും ഡ്രസ്സിന് കച്ചവാൾ എന്ന് പറയും. ഇത് 2 ടൈപ്പ് ഡ്രസ്സ് ഉണ്ട്, ഇവിടെയുണ്ട്. അതേപോലെ പൂമാല, വലിയൊരു പൂമാല, കഴുത്തിലിട്ട ഒരു പൂമാലയുണ്ട്. അതുപോലെ ഡ്രസ്സിൻ്റെ ബാക്കിയും കാലിൽ വരുന്ന ഓർണമെൻറ്റ്സും. ഇതും ഒരു ഓർണമെൻറ്റ്, അരയിൽ വരുന്ന ഓർണമെൻറ്റിൻ്റെ ബാക്കിയാണ്. ഇതൊരു ഡ്രസ്സാണ്. ഇതൊരു ചെറിയൊരു എലീനി നമ്മളിവിടെ സൈഡിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗണപതിയുടെ സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കെച്ച് വന്നിട്ടുണ്ട്, ഡാൻസിങ് ഗണേശ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കെച്ച് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ സ്കെച്ച് അയച്ചു തരാം. അല്ല യൂട്യൂബിലാണെങ്കിൽ മെയിൽ ID ഉണ്ട്. മെയിൽ IDയിലേക്ക് ഗണേശ സ്കെച്ച് എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചാൽ മതി, ഞാൻ ഈ സ്കെച്ച് മെയിൽ അയച്ചു തരാം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ സ്കെച്ച് ഡയറക്റ്റായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒരു ട്രേസിങ് കാർബൺ പേപ്പർ വെച്ച് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം ക്യാൻവാസിലേക്ക്. അല്ലെങ്കിൽ വരച്ചെടുക്കാം, വരക്കാൻ അറിയുന്നവരാണെങ്കിൽ വരച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് വേറൊരു പേപ്പറിൽ ഇതുപോലെ നോക്കി വരച്ചിട്ട് ട്രേസ് എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ പ്രിഫറൻസ് പോലെ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ട്രേസ് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഇതുപോലെ യെല്ലോ കാർബൺ പേപ്പർ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലത്തെ ഈ പേപ്പേഴ്സാണ് ക്യാൻവാസിലേക്ക് ട്രേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ യെല്ലോ കാർബൺ പേപ്പർ, ബ്ലാക്കും ഇതുമല്ല, ഇതുപോലത്തെ യെല്ലോ കളർ. അപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു ക്യാൻവാസ് എടുക്കാം. നല്ലൊരു ക്യാൻവാസ് എടുത്ത് നമുക്ക് വേണ്ടുന്ന സൈസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ കാർബൺ പേപ്പർ സ്പ്രെഡ് ചെയ്ത് വെക്കാം. നമ്മളെ പിക്ചറിൽ അത്രയും സൈസിൽ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇതുപോലെ 3, 4 അങ്ങനെ വെക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ പെയിൻറ്റിങ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് കീറി എടുത്തിട്ടില്ല. ആ പെയിൻറ്റിങ്ങിൻ്റെ പേപ്പർ ഇതിൻ്റെ മേലെ വെച്ചിട്ട് നോർമലി നമ്മൾ ട്രേസ് ചെയ്യുന്ന പോലെ ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു പെൻസിലോ വേറെ കളർ, ഇത് ഈ കളറല്ലാതെ ഡിഫറെൻറ്റ് കളർ, റെഡോ അല്ലെങ്കിൽ ഗ്രീനോ പെന്നോ അല്ല പെൻസിലോ വെച്ച് ഫുൾ എല്ലാം ട്രേസ് ചെയ്തെടുക്കാം. വളകൾ എല്ലാം ഫുൾ എല്ലാ ഇതിലുള്ള ലൈൻസും ട്രേസ് ചെയ്യുക. അപ്പം നമുക്കിത് മാറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ അതുപോലെ വരും പെയിൻറ്റിങ്. അപ്പോൾ ഞാനിപ്പോൾ ട്രേസ് ചെയ്യുന്നില്ല, ഞാനിതിൽ ക്യാൻവാസിൽ വരച്ചെടുക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ട്രേസ് ചെയ്യുന്ന സമയത്ത് ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടി ഈ പേപ്പറിന് നമ്മൾ ഒരു സെലോ ടേപ്പ് എന്തെങ്കിലും വെച്ച് 4 സൈഡും സെക്യൂർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഒരു ലൈൻ വരച്ച് ഇത് അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലൈൻ വരക്കുമ്പോൾ നമ്മുടെ പ്രൊപ്പോർഷനൊക്കെ മാറും, വേറെ വേറെ സ്ഥലത്ത് വരും. അപ്പോൾ നല്ല വൃത്തിയിൽ സെലോ ടേപ്പ് എന്തെങ്കിലും വെച്ച് നല്ല സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ട്രേസ് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ സെയിം സ്കെച്ച് ഞാൻ ക്യാൻവാസിലേക്ക് വരച്ചിട്ടുണ്ട്. പെൻസിലുകൊണ്ടാണ് വരച്ചിട്ടുള്ളത്. അറിയില്ല. ഇനി നമുക്കിത് പെയിൻറ്റ് കൊണ്ടൊന്ന് ഔട്ട്ലൈൻ ഇടാം. അതായത് ഇപ്പം നമ്മൾ ട്രേസ് എടുത്താലും പെൻസിൽ കൊണ്ട് വരച്ചാലും നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പെയിൻറ്റ് കൊണ്ട് ഔട്ട്ലൈൻ വരക്കുക എന്നുള്ളതാണ്, സ്കെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ സ്കെച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വെർമിലിയൻ ഹ്യൂ. ഈ പെയിൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വെർമിലിയൻ ഹ്യൂ. കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്ന ബ്രഷ് 000 അല്ലെങ്കിൽ 00 ഇതുപോലെയുള്ള ലോങ് ഹെയർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കളർ വേണ്ടത്. കുറച്ച് റണ്ണി ആയിരിക്കണം, പക്ഷെ ഒരുപാട് ലൂസായിരിക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് അധികം കട്ടിയാവാൻ പാടില്ല. അധികം കട്ടിയായാൽ നമ്മൾ ബ്രഷ് മൂവ് ചെയ്യില്ല. ഒരുപാട് ലൂസായാൽ പെട്ടെന്ന് ഇങ്ങനെ കളർ സ്പ്രെഡ് ആവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് ലൂസായിരിക്കണം, പക്ഷെ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക വെള്ളം ചേർത്തിട്ട് കളർ. ഇനി നമുക്ക് വരക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഞാനിത് ഫുള്ളൊന്ന് ഔട്ട്ലൈൻ വരച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം നമ്മുടെ സ്കെച്ച് റെഡി ആയിട്ടുണ്ട്. അത് ക്യാൻവാസിലേക്ക് ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പെൻസിലിൻ്റെ മാർക്കൊക്കെ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
ഇനി ഈ സ്കെച്ചിൽ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം ഇൻസ്റ്റഗ്രാമിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്